നമസ്കാരം, ഞാൻ ഡോക്ടർ ഇൻല മേരി ജോബ്സെ. സ്ത്രീകളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ പീരീഡ്സ് സ്റ്റാർട്ട് ആകും. അതിനുശേഷം ഒരു പ്രഗ്നൻസി, ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിങ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 45 to 55 ഏജ് വരെ അതിൻ്റെ ഇടയിൽ ഒരു മെനോപോസ് ടൈമിലൂടെയും ഇവർ കടന്നു പോകുന്നുണ്ട്. പൊതുവെ പ്രായപൂർത്തിയാകുന്ന സമയത്താണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ ഇവർക്ക് ഒരുപാട് കെയർ കാര്യങ്ങളൊക്കെ കിട്ടും. ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടാകും. ഇവരുടെ ഹെൽത്ത് നോക്കാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മെനോപോസ് ടൈമിൽ സ്ത്രീകളാണെങ്കിലും സ്ത്രീകളുടെ കൂടെയുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും പൊതുവെ ആ ഒരു ഹെൽത്ത് കാര്യങ്ങളൊന്നും നോക്കാത്ത ഒരു ടൈമാണ് ഈ മെനോപോസ് ടൈമിൽ. പക്ഷെ ഏതൊരു കാലഘട്ടം പോലെയും ഇവർക്ക് കുറച്ച് കെയർ കാര്യങ്ങൾ ഒക്കെ വേണ്ട ഒരു ടൈമും കൂടിയാണ് മെനോപോസ്. കാരണം അവരുടെ ശരീരത്തിൽ അതുപോലെ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്, ഹോർമോൺസിൽ വ്യത്യാസം വരുന്നുണ്ട്, മാനസികമായിട്ടാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ആ സമയത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും മെനോപോസ് എന്താണെന്നുള്ളത് അറിയാം, പക്ഷെ മെനോപോസിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അറിയില്ല, എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. ഈ മെനോപോസ് വരുന്നതിന് മുന്നേ ആണെങ്കിലും വന്നതിന് ശേഷമാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് പലർക്കും അറിയാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീകളിൽ മാത്രമല്ല, സ്ത്രീകളുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിനാണെങ്കിലും അവരുടെ ഫാമിലിയിലാണെങ്കിലും മെനോപോസിനെ പറ്റിയിട്ട് അധികം ആർക്കും ഒരു അറിവില്ല എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് മെനോപോസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, എങ്ങനെ നമുക്ക് ആ മെനോപോസ് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും, അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം മെനോപോസ് എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു തുടർച്ചയായിട്ട് 12 മാസത്തോളം അവർക്ക് പീരീഡ്സ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ആർത്തവം സംഭവിച്ചില്ലെങ്കിൽ അതിനെയാണ് മെനോപോസ് എന്ന് പറയുന്നത്. നോർമലി ഒരു 45 ഏജ് മുതൽ 55 ഏജിനുള്ളിൽ എപ്പോൾ വേണേലും സംഭവിക്കാം. ഒരു ഏവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും 50-51 വയസ്സിലാണ് സ്ത്രീകൾക്ക് കൂടുതലും മെനോപോസ് ആകുന്നത്. ഈ മെനോപോസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് ലൈഫിന് എൻഡാണ്. അതായത് നമുക്ക് പീരീഡ്സ് ആകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന്, അതായത് ഓവറീസിൽ നിന്ന് ഓവം റിലീസ് ആകും. ഈ ഓവർ റിലീസ് ആയാലാണ് അടുത്ത ജനറേഷനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സ്ത്രീകൾ ജനിക്കുമ്പോൾ തന്നെ ഇത്രത്തോളം ഓവറിയൻ ഫോളിക്കിൾ അല്ലെങ്കിൽ എഗ്ഗുകളുടെ എണ്ണം ഓൾറെഡി അവരുടെ ശരീരത്തുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഓവുലേഷൻ കാര്യങ്ങൾ പീരീഡ്സ് ഒക്കെ നടന്നു വരുമ്പോൾ ഇതിൻ്റെ നമ്പറിൽ കുറഞ്ഞു വരും. അപ്പോൾ ഒരു 45 ഇയേഴ്സിന് ശേഷം വളരെയധികം നമ്പർ കുറയുമ്പോൾ ഹോർമോൺസിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈസ്ട്രജൻ്റെ അളവ് വളരെയധികം കുറയും. അപ്പോൾ ഒരു 45 മെനോപോസിന് ശേഷം സ്ത്രീകൾക്ക് ഒരു റീപ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പ്രഗ്നൻസിക്കാണെങ്കിലും ഒരു 30 ആവുന്നതിന് മുന്നേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി 30ക്ക് മുന്നേ ആകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോഴത്തെ നമുക്കൊരു ലൈഫ് കരിയർ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 30ക്ക് ശേഷം പതിയെ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ടൈമിലുള്ള റിസ്കുകളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷെ ഒരു 40 ഇയേഴ്സിനൊക്കെ ശേഷം ആകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു 45 വയസ്സിന് ശേഷം പതിയെ മെനോപോസിന്റെ സിംറ്റംസുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങും. ഇനി മെനോപോസ് ആ ഒരു സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. പൊതുവെ നമ്മുടെ ശരീരം പെട്ടെന്ന് ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും. ഈ മെനോപോസ് ടൈമിൽ നമുക്ക് ഈസ്ട്രജന്റെ അളവ് വളരെയധികം കുറഞ്ഞു വരുന്ന സമയം കൂടിയാണ്. ഭയങ്കരമായിട്ട് ഹോർമോണൽ ചേഞ്ചസ് നടക്കും. അപ്പം നമ്മുടെ ശരീരം പെട്ടെന്ന് ചൂട് വെക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിനെയാണ് ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുക. പെട്ടെന്ന് ചൂടാകുമ്പോൾ കൂടുതലും ഒരു അപ്പർ ബോഡി, അതായത് നിങ്ങളുടെ ഫേസ്, നെക്ക്, ഈ ഒരു റീജിയനിലൊക്കെ കയ്യിലൊക്കെ പെട്ടെന്ന് ചൂട് പിടിക്കുന്നതായിട്ട് തോന്നും. ഇത് കുറച്ച് സെക്കൻഡ്സ് മുതൽ ഒരു മിനിറ്റ് വരെയൊക്കെ ഇത് മാക്സിമം നീണ്ടു നിൽക്കുള്ളൂ. പക്ഷെ ആ വരുന്ന സമയത്ത് ഇത് വളരെ ഇൻറ്റൻസീവ് ആയിരിക്കും. പെട്ടെന്നായിരിക്കും നമുക്ക് ആ ഒരു തോന്നലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ചൂടാവുക. അപ്പം ആ സമയത്ത് നന്നായിട്ട് വേർക്കൊക്കെ ചെയ്യും. ഇനി ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ കറക്റ്റായിട്ട് ഉറക്കം കിട്ടാത്ത അവസ്ഥ, കൂടുതലും ഈ ഒരു ധാരാളമായിട്ട് വിയർക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് വരിക, ബുദ്ധിമുട്ടുകൾ വരിക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ കിട്ടില്ല. പിന്നെ പീരീഡ്സിൽ വരുന്ന വ്യത്യാസം, നോർമലി 28 ഡേയ്സിൽ വരുന്ന പീരീഡ്സ് ചിലപ്പോഴൊക്കെ നേരത്തെ വരും. അതായത് ഒരു 28 ഡേയ്സിന് മുന്നേ, ചിലപ്പോൾ 20 ദിവസത്തിന് മുന്നേ ഒക്കെ വരാം. ചിലവരിൽ ഇത് വളരെയധികം ലേറ്റ് ആയിട്ട് പോകും. ചിലപ്പോൾ 2 മാസം നിങ്ങൾക്ക് പീരീഡ്സ് വന്നെന്ന് വരില്ല. അതിനുശേഷം 3rd മന്ത് എഗെയിൻ പീരീഡ്സ് വരും. ഇനി പീരീഡ്സ് വരുമ്പോൾ തന്നെ ചിലവരിൽ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും. നോർമലി ഉണ്ടാക്കുന്നതിനേക്കാളും ബ്ലീഡിങ് വളരെ കുറവായിട്ടായിരിക്കും. ചിലവരിൽ വളരെയധികം കൂടുതലായിരിക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് ഒരു വ്യത്യാസം വരും.
അതുവരെ ചിലപ്പോൾ റെഗുലർ ആയിട്ട് വന്ന പീരീഡ്സ് തന്നെ ഇറഗുലർ ആകാം, അല്ലെങ്കിൽ പീരീഡ്സിന്റെ ഇടയിൽ, അതായത് 28 ദിവസം ടു നെക്സ്റ്റ് 28 ദിവസത്തിന്റെ ഇടയിൽ സ്പോട്ടിങ് പോലെ വരിക. അതായത് പീരീഡ്സ് അല്ല എന്ന് ചെറുതായിട്ട് ബ്ലഡ് വരുന്ന അവസ്ഥ. ഈ ഒരു ചേഞ്ചുകളൊക്കെ നിങ്ങൾക്ക് കൂടുതലും മെനോപോസ് ടൈമിലാണ് അനുഭവിക്കും. പിന്നെ അതുപോലെ വരുന്ന ഒരു സിംറ്റം കൂടിയാണ് വെജൈനൽ ഡ്രൈനസ്. അതായത് നിങ്ങളുടെ വെജൈനയുടെ ഭാഗം ഒട്ടും തന്നെ മോയ്സ്ചർ ഇല്ലാതെ വളരെയധികം ഡ്രൈ ആവുക. ഒരു സെക്ഷൽ ഇന്റർകോഴ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാവുക. പൊതുവെ ആ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ പലപ്പോഴും ഇൻഫെക്ഷനുകൾ വരാനായിട്ട് കൂടുതൽ ചാൻസുകളുണ്ട്. ഇനി അത് മാത്രമല്ല, കുറച്ചും കൂടിയും ഈ മെനോപോസ് ടൈമിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ജോയിന്റ് പെയിനുകളൊക്കെ കൂടുതലായിട്ട് വരും. കാരണം ഹോർമോൺസിന്റെ ചേഞ്ച് കാരണം തന്നെ പലപ്പോഴും കാൽസ്യം അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല, വിറ്റമിൻ ഡി വളരെയധികം കുറയും. അപ്പം അത് കാരണമൊക്കെ ജോയിന്റ് പെയിനുകൾ വരാം, തലവേദന വരാം, നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെയധികം ഡ്രൈ ആകാം. ഇനി മുടി പെട്ടെന്ന് ആ സമയത്ത് കൊഴിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ മുടി തിക്കായിട്ടുള്ള മുടി തന്നെ പെട്ടെന്ന് തന്നെ തിന്നാവുക, അത് കാരണം മുടി കൊഴിയുക. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. കൂടുതലായിട്ട് ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ അത് കൂടുതലായിട്ട് കണ്ടുവരിക. കൊളസ്ട്രോൾ, ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ BP കൂടുന്ന അവസ്ഥ, ഇതൊക്കെ ഈ ഒരു ടൈമിൽ കൂടുതലും സ്ത്രീകൾ അനുഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ മെന്റലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ പെട്ടെന്നൊരു മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരില്ലാതിരിക്കാം, പെട്ടെന്ന് സങ്കടം വരും, ചെറിയ കാര്യത്തിനടക്കം നമ്മൾ ഇറിറ്റേറ്റഡ് ആവുക, ഈ ഒരു കാര്യങ്ങളൊക്കെ മെനോപോസ് ടൈമിൽ കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് പെട്ടെന്നാണ് ഇവരുടെ ആ ഒരു ഈസ്ട്രജന്റെ അളവിൽ വളരെയധികം കുറവ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാൽസ്യം അബ്സോർപ്ഷൻ കാര്യങ്ങൾ കുറവായിട്ട് നടക്കുന്നതും വിറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതും അതുപോലെ തന്നെ അസുഖങ്ങളും ജോയിന്റ് പെയിൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നത്. എത്ര നാള് ഈ സിംറ്റംസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഏത് വയസ്സ് മുതൽ ഈ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. മെനോപോസിന് മുന്നേ തുടങ്ങുന്ന ലക്ഷണങ്ങളെ നമ്മൾ പറയുന്നത് പ്രീ മെനോപോസ് എന്നാണ്. അതായത് മെനോപോസിന് മുന്നേ. ഇത് ശരിക്കും പറയാ കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് മുതൽ നിങ്ങൾക്ക് ഈ സിംറ്റംസ് സ്റ്റാർട്ട്, ഒരു 4 വർഷം മുതൽ 10 വർഷം വരെ നീണ്ടു നിൽക്കാം. പലപ്പോഴും ചില സ്ത്രീകളിൽ 30 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 30 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെ ഈ സിംറ്റംസ്, അതായത് ഈ ലക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാട്ടോ. പിന്നെ മെനോപോസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പോസ്റ്റ് മെനോപോസ് എന്ന് പറയുക, മെനോപോസിന് ശേഷം വരുന്നത്. അപ്പം നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം? ഫസ്റ്റ് തന്നെ മെനോപോസിനെ പറ്റിയിട്ട് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ മെനോപോസിന്റെ സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, ഇതുപോലെ ഹോർമോൺ ചേഞ്ചുകൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പല സ്ത്രീകൾക്കും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് മെനോപോസ്, ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മെനോപോസിനെ പറ്റിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇത് നന്നായിട്ട് ചർച്ച ചെയ്യുക. പണ്ടത്തെ കാലഘട്ടം ഒന്നുമല്ല മെനോപോസിനെ പറ്റിയിട്ട് ഇപ്പം നമുക്ക് ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മാക്സിമം എല്ലാവരിലോട്ടും ഇത് എത്തിക്കാനായിട്ട് നോക്കും. അപ്പം തന്നെ പെട്ടെന്ന് ആ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളും ഒന്ന് പാനിക് ആവില്ല. നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഓക്കെ, മെനോപോസിന്റെ സിംറ്റംസ് ആണ് ഇതൊക്കെ, അപ്പൊ എനിക്ക് മെനോപോസിലോട്ട് പോകണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മെനോപോസിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒന്നും മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു കാലഘട്ടത്തെ പോലെയും ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ട് പ്രിപ്പയർ ആകേണ്ട ഒരു ടൈമും കൂടിയാണ് ഈ മെനോപോസൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡയറ്റിൽ നല്ല വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. നല്ലപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ്. മാക്സിമം ഈ കഫെയിൻ ആണെങ്കിലും, ഈ കഫെയിൻ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉറക്കത്തിന് വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ ഈ കഫെയിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ആ ഒരു ടൈമിൽ എന്ന് പറയുന്നത് ഷുഗർ ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരു ടൈമാണ്. അപ്പം അതൊന്ന് ആ ഒരു ഷുഗർ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ആൽക്കഹോൾ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇത് ഈ ജോയിന്റ് പെയിൻസ് വരാതെ നോക്കാനാണെങ്കിലും നിങ്ങളുടെ ബോണിൻ്റെ ഹെൽത്ത്, ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ എക്സസൈസുകൾ കാര്യങ്ങൾ നല്ലതാണ്. റെഗുലറായിട്ട് മെനോപോസിൻ്റെ ടൈമിൽ മാത്രമല്ല, മെനോപോസിൻ്റെ മുന്നേ ആണെങ്കിലും നിങ്ങൾ ഈ എക്സസൈസ് ഇപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ച് സമയം ആ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പലപ്പോഴും നമ്മൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൂടുതലും അസുഖങ്ങൾ വരാതെ നോക്കാനായിട്ടും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിള്
ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ പല ആപ്പുകൾ അവൈലബിൾ ആണ്. എത്രാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് പീരീഡ്സ് ആയത്, അല്ലെങ്കിൽ എത്രത്തോളം ബ്ലീഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യം കൂടി വരുന്നതാണ്. ഇനി എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക് കറക്റ്റ് ആ ഒരു ട്രാക്ക് ചെയ്തത് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പീരീഡ്സ് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. പിന്നെ ഫിസിക്കലി നമ്മൾ കെയർ കൊടുക്കുന്നത് പോലെ തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന്. കൂടുതലും നല്ല മെഡിറ്റേഷനിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പ്രാണായാമാസ് ആണെങ്കിലും ബ്രീത്തിങ് ടെക്നിക്കുകളിലൂടെ നമുക്ക് ഒരു നല്ലൊരു ഹെൽത്തി മൈൻഡ് നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലോട്ടൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ചെക്കപ്പ്. കറക്റ്റായിട്ട് റെഗുലറായിട്ട് നിങ്ങളുടെ ഫുൾ ബോഡി ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി ഹോർമോണിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു വെയിറ്റ് കൂടാൻ ആയിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി മുട്ടുവേദന കാലുവേദന ഉള്ളവരെ നല്ലപോലെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആ വേദനകൾ കാര്യങ്ങളൊക്കെ കൂടുകയും ചെയ്യും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ആണെങ്കിലും സ്ലീപ്പ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കറക്റ്റായിട്ട് അത് നോക്കുക. പിന്നെ ഒരു സെക്ഷൽ ഹെൽത്തിനാണെങ്കിൽ നമുക്ക് പെൽവിക് ഫ്ലോർ എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരിക്കലും മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. മെനോപോസ് എന്ന് പറയുന്നത് ആരെയും അറിയിക്കാതെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് ഫാമിലി വൈസ് തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതാണ്. അപ്പോൾ ഒരാൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ബാക്കിയുള്ളവരിലോട്ട് മനസ്സിലാക്കാനായിട്ടും അപ്പോൾ അതിനനുസരിച്ച് വീട്ടുകാരുടെ നിന്ന് തന്നെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതലും ഫിസിക്കലി ഒരു വീക്ക് ആവുകയാണെങ്കിൽ അവർ ഫാമിലി മെമ്പേഴ്സ് തന്നെ അത് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കാലഘട്ടമൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഫാമിലിയിലെ പാർട്ട്ണറിൻ്റെ അടുത്താണെങ്കിലും കുട്ടികളുടെ അടുത്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മെനോപോസ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടർ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ബ്ലീഡിങ് ഒട്ടും തന്നെ കൺട്രോൾഡ് അല്ലാണ്ട് പോകുന്ന ഒരു അവസ്ഥ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് പെയിന് കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നതിന് കുഴപ്പമൊന്നുമില്ല. മസ്റ്റായിട്ടും അത് ചെയ്തിരിക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ കൂടുതൽ ആൾക്കാരിൽ ദിവസങ്ങളോളം ബ്ലീഡിങ് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒട്ടും തന്നെ നിങ്ങൾക്ക് ഈ മെനോപോസ് സിംറ്റംസ് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കുന്നത് നന്നായിരിക്കും. ഇനി നിങ്ങൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കൺസൾട്ടേഷൻ എടുക്കാവുന്നത്. എന്താണ് മെനോപോസ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതിൻ്റെ തന്നെ മെനോപോസിന് സ്ത്രീകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റിയിട്ട് ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് അടുത്ത ദിവസം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ആയുർജൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിസിറ്റ് ചെയ്യുക.